നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ നിരീക്ഷക സംഘങ്ങളെ നിയോഗിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയമുറപ്പാക്കണമെന്ന കർശന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. ഇതിന് തുരങ്കം വയ്ക്കുന്ന നേതാക്കളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനാണ് നിരീക്ഷക സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പാർട്ടി നിലപാടിന് എതിരായി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ പോലും പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി. പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനുള്ള AICC തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് നിരീക്ഷക സംഘത്തിന്റെ നിയമനം. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പാർട്ടിയും എടുക്കുന്ന തീരുമാനങ്ങൾ താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നതിനുള്ള വീഴ്ച, പാർട്ടിയെ വീട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കളുടെ പ്രവർത്തനങ്ങൾ എന്നിവയടക്കമുള്ള കാര്യങ്ങളാവും പ്രധാനമായും നിരീക്ഷിക്കുക. പുതിയ KPCC അധ്യക്ഷനെ നിയമിച്ച സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ അച്ചടക്ക ലംഘനം ഇനി ഒരു കാരണവശാലും വച്ചുപൊറുപ്പിക്കില്ല എന്ന തീരുമാനത്തിലുമാണ് ഹൈക്കമാൻഡ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്ന മുതിർന്ന നേതാക്കളെയും അവരുടെ അടുത്ത അനുയായികളെയും നിരീക്ഷിക്കുന്നുണ്ട്. അൻവർ വിഷയത്തിൽ പാർട്ടിയിലും UDFിലും അവസരങ്ങൾ ഉയരുന്നതിൽ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന പരാതി പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന നേതാക്കൾ നിരീക്ഷണത്തിലാണ്. പതിവ് പോലെ പാർട്ടി നേതാക്കളെ ഉപയോഗിച്ചല്ല, രാജ്യത്തെ അറിയപ്പെടുന്ന സ്വകാര്യ ഏജൻസികളുടെ സഹായത്തോടെയാണ് നിരീക്ഷണം കടുപ്പിച്ചിരിക്കുന്നത്. ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ മുൻ MLA PV അൻവർ UDFിൽ ചേക്കേറാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന ധാരണ മുന്നണിയിൽ രൂപപ്പെട്ടിരുന്നു.